സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ രാത്രികാലവും കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഇബ്രായ ലേഖനം 11 വിശ്വാസവീരന്മാരെ പറ്റിയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെ സാക്ഷ്യം പ്രാപിച്ചു, മോശയുടെ കാര്യമാണെന്നല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ രാത്രികാലവും ദാസനെ ദൈവം ബലപ്പെടുത്തിട്ട് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കും ആയിരിക്കാം. കർത്താവില്ലവരെയും സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രയലാനി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിനെ ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിന്റെ ദാസനും പാടുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശ്വാസത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മിക്ക പ്രയർ ലൈനുകളിലും എല്ലാ പ്രയർ ലൈനുകളിലും എൻ്റെ ജീവിതത്തിലും ഒരുപാട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. എൻ്റെ ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്നത് വിശ്വാസത്തിലാണ്. വേറെ ആരോടുള്ള വിശ്വാസമല്ല, കർത്താവ് പറഞ്ഞ വിശ്വാസം. അത് വിശ്വസിക്കുന്നു, നടക്കുന്നു. ഈ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അത് തന്നെയാണ്. എൻ്റെ വീട്ടിലെ ഏറെ നാളുകൾ ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചു. ആ സ്റ്റോറി ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതെല്ലാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 7 ദിവസം. ഞാൻ 2013 ഈ വീട് കണ്ടു. വീട് കണ്ടപ്പോൾ വാങ്ങാനായിട്ട് 2 കാരണങ്ങളാണ്. വീട് നല്ല വീട് തന്നെയാണ്, പക്ഷെ ഇതിന്റെ നമ്പറാണ് എന്നെ ആകർഷിച്ചത്. ഒന്ന് 9813 നമ്പറാണ് വീടിന്റെ. 9813 സമ്മാനം. അപ്പം ഒന്നാണ് ഞാൻ ഡാളസിൽ വീട് വാങ്ങിച്ചത് 98-ലായിരുന്നു. ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പ്ലാൻ ഇട്ട് കടന്നു വന്നത് 13th ഇയറിലായിരുന്നു. 13 എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. അപ്പം ഇത് രണ്ടും കൂടെ കിട്ടിയ ഒരു വീടാണ് ഇത്. അപ്പൊ ഇത് വാങ്ങിച്ച സമയത്ത് ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് പുറകിൽ ഒരു പോർച്ച് വേണം. വീട് പണിത് കഴിഞ്ഞ് 13 പണിത് തീർന്നതാണ്. അപ്പം അവര് തന്നെ പോർച്ചിനുള്ള ഇതെല്ലാം വാർത്തെല്ലാം തന്നു. അവരൊരു ഭാഗത്ത് മാത്രമേ ഇത് വെച്ചിട്ടുള്ളായിരുന്നു, റൂഫ്. മറ്റേടത്ത് എന്ത് ഇട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂഫ് ഇട്ടു. അതിന്റെ സൈഡിലെല്ലാം ജനലെല്ലാം വെച്ച് ഞാൻ എല്ലാം അടച്ച് പാറ്റിയുമാക്കി എടുത്തു. പണ്ട് മുതലേ ഷേർലി പറയുന്നുണ്ട്, ഇതിനകത്തിൽ വെള്ളം വേണം, ഡ്രെയിനേജ് വേണം, പാത്രം കഴുകാനുള്ള സൗകര്യം വേണം, സിങ്ക് വേണം, നല്ല രീതിയിലൊരു അടുക്കള പോലെ ആക്കി തരണമെന്നൊക്കെ പറഞ്ഞു. അടുപ്പൊക്കെ വെച്ച് കൊടുത്ത് ലൈറ്റും എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പൊ ഒരാള് ഇവിടെ വന്ന് ഞങ്ങളുടെ ചർച്ചിൽ പോകുന്ന ഒരാള്, അപ്പം പുള്ളിയെ ഈ അടുപ്പെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ സിങ്ക് വെച്ച് തരാം, ഇതെല്ലാ കാര്യങ്ങളും വെച്ച് തരാം, അതിന് പാർട്സ് ഒഴിച്ചിട്ട് പുള്ളിക്ക് $850 വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. പുള്ളി ഒരിക്കലും വന്നിട്ടില്ല. 1-2 പ്രാവശ്യം കണ്ടു. അതാ പാസ്വേ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഞാനിതങ്ങ് വിട്ടു. ഒരുത്തൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആരെയും കണ്ടില്ല. ഇത് കഴിഞ്ഞ ആഴ്ചയില് എൻ്റെ കുഞ്ഞുങ്ങള് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഫ്രണ്ടിലെ ബാത്റൂം സ്പില്ലായി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു വീട്ടിലും വെള്ളം കൊണ്ട് നിറഞ്ഞ് ബാത്റൂമാണ്. പെട്ടെന്ന് ഞാൻ അവിടെ ബാത്റൂമിൽ ശബ്ദം കേട്ടിട്ടുണ്ട്. ഞാൻ ഷെയറിൽ ശബ്ദം കേൾപ്പിക്കാനായിട്ട് അവിടെ വെള്ളം ലീക്ക് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കൂടി ചെന്ന് അവിടെ വെള്ളം കിടക്കുന്നു. ഒടുവിൽ അതെല്ലാം ഒപ്പിയെടുത്ത് എല്ലാം കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോം ഡിപ്പോയിൽ ചെന്നു.
പുതിയ വേറൊരാൾ പറഞ്ഞു നമുക്ക് ഒരു പുതിയ ബാത്റൂം ആകും, പുതിയ ഇത് വെക്കാം, ടോയ്ലറ്റ് വെക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി എല്ലാം കണ്ടുപിടിച്ച് എല്ലാം വന്നു. അവിടെ നിന്ന് അപ്പം തന്നെ എനിക്കൊരു പ്ലംബറെ കിട്ടി. അപ്പൊ ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരനോട് വിളിച്ചു, അവനോട് പറഞ്ഞിട്ട് ഇന്ന പോലൊക്കെ എന്നാൽ പറഞ്ഞ് പുതിയ ടോയ്ലറ്റ് വെക്കുന്നതായിരിക്കും, നല്ല തലവേദന ഇല്ലായിരിക്കും. പിന്നെ ഇവിടെ വേറൊരാളുണ്ട്, ഒരു മലയാളി ഒരാളുണ്ട്, പുള്ളി നല്ല പ്ലംബറാണ്. ഞാൻ അവൻ്റെ നമ്പർ അയച്ചു തരാമെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പറും കിട്ടി. പുള്ളിയിൽ അദ്ദേഹം വന്നു, പുള്ളിയോട് പറഞ്ഞെന്ന് ഞാൻ മറ്റേ പ്ലംബറേയും രണ്ടുപേരെയും വിളിച്ചു. പുള്ളി മലയാളി പ്ലംബറോട് പറഞ്ഞു, പറഞ്ഞു ഞാൻ വന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോയി വാങ്ങണം. അവൻ വന്ന് നോക്കി എന്നെ പറഞ്ഞു, ഇത് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ളത് 2 ടോയ്ലറ്റ് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ളതേ ഉള്ളൂ, നല്ല പുതിയ ടോയ്ലറ്റ് കളയണ്ട, ഇത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു എത്ര രൂപ ആകുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു $90 ആകുമെന്ന് പറഞ്ഞു. പാർട്സും അവൻ്റെതാണ്, അതുകൊണ്ട് 2 ടോയ്ലറ്റ് അവൻ ശരിയാക്കി തന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ പല കാര്യങ്ങൾ ചെയ്യും. ഞാൻ ചോദിച്ചു എന്തൊക്കെ ചെയ്യും? അടുക്കള ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ചോദിച്ചു എന്ത് അടുക്കള ഉണ്ടാക്കി കൊടുക്കുന്നത്? പാറ്റുകളിൽ അടുക്കള ഉണ്ടാക്കി, സിങ്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കും, ഫാൻ വെച്ച് കൊടുക്കും, പിന്നെ ക്യാബിനറ്റ് വെച്ച് കൊടുക്കും, അങ്ങനെ വെച്ച് കൊടുക്കും, വെള്ളം ഇടുന്നെടുക്കും, തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ വലിയ ആനക്കാര്യങ്ങളെല്ലാം പറഞ്ഞന്നെ ഞാൻ ഈ പാർട്ടികളോട് കൊണ്ട് കാണിച്ചു. അച്ഛാ ഇവിടെ ഇതെല്ലാം വേണമല്ലോ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര രൂപയ്ക്ക് ചെയ്തു തരാം? $720 ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം മറ്റവന് 3-4 വർഷം മുമ്പ് പറഞ്ഞത് $850, 5-6 വർഷമായി പറഞ്ഞിട്ട്. പുള്ളിയെ മിക്കവാറും ചർച്ച വെച്ച് കാണുന്നുള്ളൂ. ഒടുവിൽ ഈ പുള്ളി 2-3 ദിവസമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാവിലെ മുതൽ. എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, കുറച്ചു കാലമായി ആഗ്രഹിച്ചു. ഞാൻ അതിൻ്റെ പിന്നാലെ പോയില്ല. പക്ഷെ അത് ചെയ്യാൻ വേണ്ടി ദൈവം ഒരാളെ ഒരുക്കി. അവൻ 10 വർഷമായി ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എല്ലാം ഒരുക്കി. സമയമായപ്പോൾ ആ തണുപ്പ് അങ്ങോട്ട് തീർന്ന് മഴ അങ്ങോട്ട് കഴിഞ്ഞ് നിന്നപ്പോഴായിരുന്നു അവിടെ കിളയ്ക്കാനും അവിടെ എല്ലാം ചെയ്യാനും നല്ല സൗകര്യമായിരുന്നു. 2 ദിവസമായി നല്ല വെയിലായി. പക്ഷേ പുറത്തെ പണികളൊക്കെ കുറച്ചൊക്കെ തീർന്നു കഴിഞ്ഞു. ഇതെല്ലാം ചെയ്തു വരുന്നു. എന്താണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ എല്ലാം ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ദൈവസമയമാകുന്നുണ്ടെങ്കിൽ ആൾക്കാരെ എല്ലാം അതിൻ്റെ പരുവത്തിന് കൊണ്ടുവന്ന് വിട്ടുതരും. എന്നാൽ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് പഠിക്കണം. എങ്ങനെ കാത്തിരിക്കാൻ പഠിക്കണം? ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കണം. ഇത് ദൈവം പഠിപ്പിച്ച ഒരു പഠനമാണ്. ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. കൃഷിക്കാരൻ കൃഷി ചെയ്തിട്ട് ക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ നമ്മളും ക്ഷമയോടെ കാത്തിരുന്നാൽ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അല്ലാതെ ധൃതി പിടിച്ചല്ല കാര്യങ്ങൾ. ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടേണ്ടത് പെട്ടെന്ന് തന്നെ കർത്താവ് ചെയ്തു തരും. അത് ദൈവത്തിനറിയാൻ നമുക്ക് എത്ര പെട്ടെന്ന് വേണമെന്നുള്ളതായിരിക്കും. നമുക്കിനി എരിഹോവിന്റെ അടുക്കിലേക്ക് വരാം. യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വന്നേണ്ട 5-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം. അങ്ങനെ യോശുവ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ്. അതിന് 13 മുതൽ 15 വരെയുള്ള വാക്യം വായിച്ചാലോ. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരാൾ കയ്യിൽ വാൾ ഉരുപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണു നമസ്കരിച്ച് അവനോട്, കർത്താവ് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. അതിന് നമുക്ക് വേണ്ടിയാണ് ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഉള്ളത്. അടുത്ത വാക്യം മൂലം വായിച്ചു. 6:1 മുതൽ ചില വാക്യങ്ങൾ വായിച്ചാട്ടോ. എന്നാൽ എരിഹോവിന് ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു.
നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുൻപിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻകൊമ്പ് നീട്ടിയൂതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണ മതിൽ വീഴും. ജനം ഓരോരുത്തർ നേരെ കയറുകയും വേണം. നൂന്റെ മകനായ യോശുവ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം സ്റ്റോറി അറിയാം. അതുകൊണ്ട് കൂടുതൽ വിശദീകരണമോ വ്യാഖ്യാനമോ ഒന്നും ആവശ്യമില്ല. ഞാൻ അതാണ് കഥ അതുപോലെ അങ്ങ് പറയുകയാണ്. യോശുവ അതിന്റെ 5-ാം അധ്യായത്തിനകത്ത് നോക്കിയാൽ പെസഹ ആചരിച്ചു. അതുപോലെ തന്നെ അവിടെ വെച്ച് അവരുടെ അഗ്രചർമ്മം പരിച്ഛേദന കഴിച്ചു. അവിടെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നതിന് ശേഷം ആരെയും പരിച്ഛേദന ചെയ്തിട്ടില്ല. ആ വഴിയിൽ വെച്ച് ജനിച്ചവരെ അല്ലാത്തവരെ ഒന്നും പരിച്ഛേദന ചെയ്തിട്ടില്ല. അപ്പൊ പരിച്ഛേദന കഴിച്ചപ്പോൾ അവിടെ വെച്ച് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിന്ന ഉരുണ്ടുപോയി എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിട്ടു എന്ന് 9-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇത് 2008 മാത്യു ശാമുവേല് എനിക്ക് ഉപവസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട് വാങ്ങിച്ച് എനിക്ക് തന്നിട്ട് 40 ദിവസം അവിടെ കുത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് സമയമുണ്ട്. ആ സമയത്ത് ഗിൽഗാൽ എന്ന വിഷയം ഈ ഒരൊറ്റ വാക്യം 40 രാവും 40 പകലും പ്രസംഗിച്ചു. 80 പ്രസംഗം പ്രസംഗിച്ചു അതിനെ കുറിച്ച് ഈ ഒരൊറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അതിന്റെ ഒന്നും നോട്ട്സ് ഇല്ല കേട്ടോ. അന്ന് 80 പ്രാവശ്യം പ്രസംഗിച്ചത് ഒറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇതാണ് നമ്മുടെ ദൈവം. എന്റെ കഴിവ് കൊണ്ടോ എന്റെ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല ഇതൊക്കെ നടക്കുന്നത്. പ്രാർത്ഥനയൊക്കെ നടത്തി കുറച്ച് കഴിഞ്ഞാൽ പുള്ളി വീട് വയ്ക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം യോശുവ അവിടെ ഇരിക്കുമ്പോഴാണ് കയ്യിൽ വാൾ ഊരിപ്പിടിച്ചവനുമായ സൈന്യങ്ങളുടെ യഹോവ അവിടെ നിന്നു. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ദൈവമായ കർത്താവ് ഊരിപ്പിടിച്ച വാളുമായി അവിടെ വന്ന് നിന്നിട്ട് ഇവർ വല്ലതും ചെയ്യേണ്ടി വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല. ഊരിപ്പിടിച്ച വാളും കർത്താവിന്റെ കയ്യിലുണ്ട്. കർത്താവ് അവിടെയുള്ള മനുഷ്യനെല്ലാം നശിപ്പിക്കാനായിട്ടോ അവിടെയുള്ള സാധനം ഇല്ലാതെയാക്കാനായിട്ടോ കർത്താവിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ ചെയ്യാത്തത്? മനുഷ്യന് ചെയ്യേണ്ടി ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, ദൈവത്തിന് ചെയ്യാൻ ദൈവം ചെയ്താൽ അത് നീതിയല്ല പ്രവർത്തിക്കുന്നത്. ദൈവനീതിയല്ല. കാരണം ദൈവം മനുഷ്യന്റെ കയ്യിലാണ് ഭൂമിയും ആകാശവും സമുദ്രവും എല്ലാം ആരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്? മനുഷ്യന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യം നിങ്ങളുടെ തലയിൽ കയറാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനങ്ങളെല്ലാം വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം നമ്മുടെ ഹൃദയത്തിൽ കയറണം. ഇവിടെയാണ് അതിന്റെ മുഴുവൻ മർമ്മവും ഇരിക്കുന്നത്. എത്രയാണ്? ഉൽപ്പത്തി 1:26 വായിച്ചു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പം മാനവരാശിക്ക് സർവഭൂമിമേലും ആകാശത്തിന്റെ മേലും സമുദ്രത്തിന്റെ മേലും പരമാധികാരം കൊടുത്തത് ആരായിരുന്നു? ദൈവം. ദൈവം അതിനിടയ്ക്ക് കയറി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് നീതിയാണോ അനീതിയാണോ?
ഇനി നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, അമേരിക്കയിലുള്ള എല്ലാവരും ഒരു വീട്ടിലായിരിക്കും, അല്ലെ അപ്പാർട്ട്മെന്റിലായിരിക്കും, എവിടെയെങ്കിലും താമസിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എവിടെ താമസിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി കൂടുതൽ അമേരിക്കയിലെ കാര്യം പറയുന്നതായിരിക്കും എളുപ്പം. നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നു, ഈ വീടിന്റെ പേയ്മെന്റും ടാക്സും കൊടുക്കുന്നിടത്തോളം കാലം ആരും നമ്മളോട് ചോദ്യം ചെയ്യാനായിട്ട് വരത്തില്ല. നിങ്ങൾ പേ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാലും ടാക്സ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആര് ഇതിന്റെ മേൽ ലീൻ ഇടും? ഗവൺമെന്റ് ഇതിന്റെ മേൽ എന്തോ ഇടും? ലീൻ ഇടും. എന്നിട്ട് അവരിത് എന്ത് ചെയ്യും? അവരിത് ഓപ്ഷൻ ഇടും. നിങ്ങൾ മില്യൺ കണക്കിനുള്ള ഡോളറിന്റെ വീടായാലും 100,000 വീടായാലും ഏത് വിലക്കുള്ള വീടായെന്ന് പറഞ്ഞാലും അതിന്റെ ടാക്സ് അവർക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവര് കുറച്ച് ദിവസം ക്ഷമിക്കും, കുറച്ചു കാലം ഉണ്ട്, അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലീൻ ഇടും, അവർ ഓപ്ഷൻ ഇടും. നിങ്ങളുടെ വീട് വല്ലവരും വാങ്ങിച്ചോണ്ട് പോകും. അപ്പോൾ അതിന്റെ അർത്ഥം ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ വീട്ടില് താമസിക്കാം. അത്രേ ഉള്ളൂ. അപ്പം പരമാധികാരി ആരാ? ഗവൺമെന്റ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ വീട്ടിൽ കയറി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത്രേ ഉള്ളൂ. ദൈവമാണ് പരമാധികാരി. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവത്തിനകത്ത് കയറി ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അത് നീതിയല്ല. അതാണ് ഇതിന്റെ അർത്ഥം. ഇത്രയും കാര്യം മനസ്സിലാക്കാമെങ്കിലേ നമ്മുടെ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. ലോകത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം എങ്ങനെയാണ് നടക്കുന്നതെന്ന്, അറിയത്തില്ലയോ? അപ്പം ദൈവത്തിന്റെ ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഏത് ബുക്കിനകത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്, മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നത് നിയമങ്ങൾ. അവർക്ക് സ്വയമായിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല. അവർ ദൈവവചന അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ലോയും എവിടുത്തെ നിയമമാണെന്നറിയാമോ? ബിബ്ലിക്കൽ നിയമമാണ്. അറിയാവുന്ന വക്കീലന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഈ ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളുടെ നിയമങ്ങള് ഇപ്പം ഈ സൗദി അറേബ്യയിലെ അതുപോലുള്ള ഈ മുസ്ലിം രാജ്യത്തെ മാത്രം അവരുടെ ഖുർആന്റെ അനുസരിച്ചിട്ടുള്ള നിയമങ്ങളാണ് പോകുന്നത് കൂടുതലും. അപ്പം ഇവര് എല്ലാം നിയമം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്? അവരുടെ റിലീജിയസ് ബുക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ബിബ്ലിക്കൽ ലോ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോയാണ്. അപ്പം ദൈവിക നിയമമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അറിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ദൈവത്തിന് ഈ എറിഹോ പിടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യരോട് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യണം. എന്താണ്? അവരിങ്ങനെ ജാഥയായിട്ട് നടക്കണം. അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടരുത്. 6 ദിവസം അങ്ങനെ നടന്നു. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം മതിലിനെ ചുറ്റണം. 7ാം ദിവസം ഇവര് കാഹളം ഊതുമ്പോൾ ഉച്ചത്തിൽ ആർപ്പിടാൻ പറയുമ്പോൾ ആർപ്പിടണം. അപ്പോൾ ഈ മതിൽ വീഴും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പറഞ്ഞത് അതുപോലെ അവരെ എന്ത് ചെയ്തു? അനുസരിക്കാൻ തയ്യാറായി. അപ്പോഴാണ് മതിന് വിട്ടത്. അതിന് താഴോട്ട് വായിച്ചാൽ ഇനി 6 മുതൽ 10, 11, 11 വരെയുള്ള വാക്യം വായിച്ചാണ്. 13 വരെയുള്ള വാക്യം. നൂന്റെ മകനായ ജോശുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് നിയമപ്പെട്ടകം എടുപ്പീൻ. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. ജനത്തോട് അവൻ, നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റി നടപ്പീൻ. ആയുധപാണികൾ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ നടക്കണമെന്ന് പറഞ്ഞു. യോശുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ യഹോവയുടെ മുൻപിൽ നടന്ന് കാഹളം ഊതി. യഹോവയുടെ നിയമപ്പെട്ടകം അവരുടെ പിന്നാലെ ചെന്നു. ആയുധപാണികൾ കാഹളമൂതുന്ന പുരോഹിതന്മാരുടെ മുൻപിൽ നടന്നു.
ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. യോശുവ ജനത്തോട്, ആർപ്പിടുവീനെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുവിക്കരുത്. അതിന്റെ ശേഷം ആർപ്പിടാമെന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടന്നു. പിന്നെ അവർ പാളയത്തിലേക്ക് വന്ന് പാളയത്തിൽ പാർത്തു. യോശുവ അധികാരത്തിൽ എഴുന്നേറ്റ് പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്ത് 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുൻപിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിന്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. 2-ാം ദിവസം ഇനിയും നിങ്ങൾ എല്ലാവരും ഇതിനകത്തിലുള്ള ദൈവമക്കൾ, നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക, ഇതിനകത്തിൽ ഇവര് എന്താണ് ചെയ്തത്? ആരുടെയാണ് ഇൻസ്ട്രക്ഷൻ? ദൈവത്തിന്റെയാണ് ഇൻസ്ട്രക്ഷൻ, അല്ലാതെ ജോഷുവയുടെ അല്ല. ആണോ അല്ലയോ? അതെ, ദൈവത്തിന്റെ. അപ്പൊ ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻ അതേപടി അവർ ചെയ്യാനായിട്ട് തയ്യാറായി. അപ്പോ ഞാന് ഈ ഒക്ലഹോമായി വന്നപ്പം ഇവിടെ ഞാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്ന പാസ്റ്ററിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു കമ്പനിയുണ്ട്. അവിടെ വെള്ളത്തിന്റെ ഒരു ടാങ്ക് ഉണ്ട്. ടാങ്കിന്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിൾ എന്ന് എഴുതിയിട്ട്, ബൈബിളിന്റെ ഫുൾ ഫോം, ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലീവിങ് എർത്ത്. അത് മിക്കവാറും ഞാൻ അവരുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇത് വായിക്കാറുണ്ട്. ബേസിക് എന്താണ്? ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ യു ലീവ് ദിസ് എർത്ത്. അപ്പം ബൈബിൾ എന്നുള്ളതിന്റെ അതിന്റെ ഒരു ചെറിയ ഒരു രൂപമാണത്, ബേസിക് ഇൻസ്ട്രക്ഷൻ. അപ്പം നമ്മുടെ ഒരു ചുമതലത്തിന്റെ ചുമതല ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് വിശ്വാസം. അത് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. നിങ്ങളോട് ഒരു ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്തെങ്കിലല്ലാതെ ഡോക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ? ഇല്ല. അല്ലയോ? അതുപോലെ ചെയ്യണം. നിങ്ങളൊരു കമ്പനി ചെന്നാൽ ആ കമ്പനിക്കാരൻ പറഞ്ഞതുപോലെ ചെയ്തെങ്കിലെല്ലാം നിങ്ങൾക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. അതിനെല്ലാം നമുക്ക് നല്ലതുപോലെ അറിയാം. അറിയാമോ അറിയത്തില്ലയോ? അറിയാം. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ അതുണ്ടെങ്കിൽ ഏത് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞാലും പേപ്പർ വർക്ക് ചെയ്യാതെ അവരെ ആരെ കാണിക്കത്തില്ല, കാണാൻ പറ്റത്തില്ല. ഡോക്ടറെ കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ പേപ്പർ വർക്ക് ഫില്ല് ചെയ്യത്തില്ല. ഞാൻ പേപ്പർ വർക്ക് ഒന്നും ഫില്ല് ചെയ്യത്തില്ല, എനിക്ക് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും സോറി എന്ന് പറഞ്ഞു അവരെന്ത് ചെയ്യും? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണിന് വേണ്ടി ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുത്തു. അത് പറഞ്ഞു ഫോം ഫില്ല് ചെയ്തെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എന്നാൽ ഇമെയിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇമെയിൽ ചെയ്ത് തന്നു. ഞാനിതെല്ലാം ഫില്ല് ചെയ്തു, വലിയ കാര്യത്തിലെല്ലാം അയച്ചു കൊടുത്തു. അവർക്ക് കിട്ടി. പിറ്റേ ദിവസം രാവിലെ അപ്പോയിന്റ്മെന്റ് ടൈമിൽ അവിടെ ചെന്നു. അവരെക്കാട്ടും മുന്നേ ചെന്നതാ. അകത്ത് കയറി മേ ഹെൽപ്പ് എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഓക്കെ, കൻ യു ബ്രിങ് യുവർ ID എന്ന് പറഞ്ഞു. ID വന്നപ്പോഴുണ്ട് നോക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാലറ്റ് എടുക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു സോറി മാം, ഐ ഫോർഗോട്ട് മൈ വാലറ്റ്. ഞാൻ പറഞ്ഞു ഒരു ശരി പറഞ്ഞു ഓക്കെ വെയിറ്റ് ലെറ്റ് മീ സീ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഞാൻ ഇൻഫർമേഷൻ മുഴുവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. വേറൊരു ലേഡി പറഞ്ഞു നോ യു ഹാവ് ടു ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയി അത് എന്ന് കൊണ്ടുവന്ന് കഴിയുന്ന അവർ പറയാ യു ടു ലേറ്റ്, ഹാഫ് ആൻ അവർ ലേറ്റ് ആയി, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അവരെ കുറ്റം പറയാൻ പറ്റുമോ? ആരാ കുറ്റക്കാരന്? ഞാനില്ലയോ? അരമണിക്കൂർ ലേറ്റ് ആയിരുന്നേ. അതേസമയം നമ്മൾ 1 മണിക്കൂർ അവിടെ കുത്തിയിടുന്നെന്ന് പറഞ്ഞാലും ആർക്കും പ്രശ്നമില്ല. നമുക്ക് അവരോട് പറയാൻ പറ്റുമോ ഞാൻ 1 മണിക്കൂറായി എന്താ ഡോക്ടറെ കാണിക്കാത്തതെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അവര് പറയുന്ന പോലെ ചെയ്താൽ നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ വന്നതിനും ചെയ്തു കിട്ടും. അതിന് നമ്മൾ എല്ലാവരും എന്താണ് തയ്യാറാണോ അല്ലയോ?
അതിന് തയ്യാറാണ്. പക്ഷെ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാൻ നമ്മൾ തയ്യാറാവും. അതിന് ഞങ്ങളുടെ റിലീജിയൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. ആര് പറഞ്ഞ പോലെ ചെയ്യത്തുള്ളൂ? ഞങ്ങളുടെ മതം പറയുന്ന പോലെ ചെയ്യത്തുള്ളൂ. എന്നാൽ ബൈബിളില് നിങ്ങളുടെ മതമല്ല ആധാരം. പിന്നെ ആരാണ് ആധാരം? നിങ്ങളുടെ ദൈവമാണ് ആധാരം. അവര് ദൈവത്തെ ഫോളോ ചെയ്തപ്പോഴാണ് അവർക്ക് ദൈവം പ്രവർത്തിച്ചത്. അപ്പൊ നമ്മൾ ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കും? 100% നടന്നിരിക്കും. ഇനി അതിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യം വായിച്ചു. രണ്ടാം ദിവസം അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 7-ാം ദിവസമോ അവർ അതികാലത്ത് അരുണോദയത്തിങ്കിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞെന്തെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബെന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ശപഥം ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബെന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളുടെ കൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. ഇനി അതിനെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അവള് രക്ഷപ്പെട്ടു. വിശ്വാസത്താൽ അവർ 7 യുഗം ചുറ്റി നടന്നപ്പോൾ 7 യുഗം അതിൽ വീണു എന്നുള്ളതുകൊണ്ട് അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് രാഹാബ് അവരെ കൈക്കൊണ്ടതുകൊണ്ട് വിശ്വാസത്താൽ നശിക്കാതിരുന്നു. നാളെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഈ രാഹാബ് എന്തുകൊണ്ട് നശിക്കാതിരുന്നു? ആ എരിഹോ പട്ടണത്തിലുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ മുഴുവനെയും വാളിന്റെ വായ്ത്തലയാൽ കൊന്നു മുടിച്ചപ്പോഴും അവിടെയുള്ള സകലതും നശിച്ചപ്പോഴും ഒരു സ്ത്രീ, അതും നല്ല സ്ത്രീ, നല്ലതായിട്ട് ജീവിച്ചവൾ നല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, വേശ്യ എന്നാ എഴുതിയിരിക്കുന്നത്, ആണല്ലയോ? അവളും അവളുടെ കുടുംബവും. അപ്പൊ അവളുടെ പ്രവൃത്തിയാണോ അവളെ രക്ഷിച്ചത്, അതോ അവളുടെ റിലീജിയനാണോ അവളെ രക്ഷിച്ചത്? ഇതാണ് നമ്മൾ അറിയേണ്ടത്. മക്കളെ, മനുഷ്യൻ എന്ത് പാപം ചെയ്യുന്നു, നീ എങ്ങനെ നല്ലതായിട്ട് ജീവിക്കുന്നു, ഇതല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നീ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെ മുതലാണ് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ ആരംഭിക്കുന്നത്. ദൈവം പറഞ്ഞത് അനുസരിച്ചിട്ട് ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം കൈവിടത്തില്ല ഒരിക്കലും. അത് തീർച്ചയുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് എന്താണ്? അവർ വീണപ്പോഴും ആരെ രക്ഷിച്ചു? ദൈവം കുടുംബത്തെ രക്ഷിച്ചു. ആ കുടുംബത്തെ രക്ഷിക്കാനുള്ള കാരണം നാളെ നമ്മൾ ചിന്തിക്കാൻ പോവാണ്. എന്നാൽ ആ കുടുംബത്തെ ദൈവം രക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തത് ദൈവത്തിന്റെ പ്രമാണമാണ്. കാരണം അവളുടെ തൊഴിൽ കണ്ടു കഴിഞ്ഞാൽ അവളെ രക്ഷിക്കാൻ തോന്നുമോ? ആണോ? രക്ഷിക്കാൻ തോന്നുമോ? ഇല്ല. അപ്പം നീ ദൈവത്തെ അംഗീകരിച്ച് കഴിയുന്നുണ്ട്, നിന്റെ തൊഴിലും നിന്റെ സ്വഭാവവും നിന്റെ എല്ലാ രീതികൾക്കും വ്യത്യാസം ഉണ്ടാകും. നിന്റെ ജീവിതമേ പാടെ മാറും. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും. ദൈവത്തിന് കൊള്ളാവുന്നവനും കൊള്ളാവുന്നവളുമായിട്ട് മാറും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത 2-3 വാക്യങ്ങൾ വായിച്ചാണ് 18 മുതൽ 20 വരെ. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. വെള്ളിയും പൊന്നുമൊക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു.
ജനം കാഹളം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തരും നേരെ മുൻപോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. അപ്പോ ദൈവം പറഞ്ഞതുപോലെ, യഹോവയായ ദൈവം അരുളി ചെയ്തതുപോലെ, ജോഷുവ പറഞ്ഞത് പോലെ തന്നെ ജനം അനുസരിച്ചപ്പോൾ മതില് വീണു. അവര് പട്ടണത്തെ പിടിച്ചെടുത്തു. ആ സകല കാര്യവും അവർക്ക് കീഴടങ്ങി. അതിന് കാരണം എന്തുകൊണ്ടായിരുന്നു? ദൈവത്തെ അവർ കംപ്ലീറ്റായി ഒബേ ചെയ്തു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ യോഹന്നാൻ തടവിൽ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശു കർത്താവ് സുവിശേഷം ആരംഭിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞിരുന്ന കാലം തികഞ്ഞു. എന്തിന്റെ കാലമാണ് തികഞ്ഞത്? നമ്മുടെ ജീവിതം ഇത്രയും നാളും പിശാചിന്റെ കസ്റ്റഡിയിലായിരുന്നു. എന്റെ ജീവിതം ഞാൻ നിങ്ങളോട് പറയാണ്, ആ കാലം തികഞ്ഞു. ഇനിയും ഞാൻ അവന് വിട്ടുകൊടുക്കത്തില്ല എന്റെ ജീവിതം. ദൈവരാജ്യം എന്റെ അടുക്കൽ വന്നു. ഞാൻ ആ ദൈവരാജ്യത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പം മുതല് ആ സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ പോലെ എന്റെ ജീവിതം ചേഞ്ചായി. ഒരു ടേൺ അറൗണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് നമ്മൾ വി ഹാവ് ടു എൻറ്റർ ഇൻ ദ കിങ്ഡം. ഈ കിങ്ഡത്തിനകത്തേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വ്യത്യാസമാകും. അതാണ് ഈ ഗവൺമെന്റ് ഒരു വലിയ ഗവൺമെന്റ് ആണ്. ഭൂമിയിലെ ഗവൺമെന്റ് അല്ല, സ്വർഗീയ ഗവൺമെന്റ് ആണ്. ഈ ഗവൺമെന്റിന്റെ അണ്ടറിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ അവനാണ് പിന്നെ നമ്മളെ ഭരിച്ച് നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകമാകുന്ന അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്നും അത് മതിന്ന് വെക്കാം. കാലം തികഞ്ഞിട്ട് ഒത്തിരി കാലമായില്ലേ നമ്മൾ ഇതിനകത്തിലായിട്ട്. മതി, ഇനി ഞാൻ ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്നു. അതിനകത്തിൽ പ്രവേശിച്ചിട്ട് എൻ്റെ ജീവിതം ചേഞ്ച് ആകാൻ ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. രാഹാബും കുടുംബവും അവിടെ നിന്ന് രക്ഷ പ്രാപിച്ചത് മാത്രമല്ല, വിശ്വാസത്താൽ അവർ ചുറ്റി നടന്നപ്പോൾ 7 ദിവസം കൊണ്ട് എരിഹോ മതിൽ വീണതുപോലെ നമ്മുടെ ജീവിതത്തില് കർത്താവ് പറഞ്ഞത് അനുസരിച്ചാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന അനേക പൈശാചിക മതിലുകളൊക്കെ ഇടിഞ്ഞു വീഴുവാൻ ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. സ്തോത്രം. ആമേൻ. ആ വിഷയമാണല്ലോ രാത്രികാലം ചിന്തിച്ചത്. ആമേൻ. അതിൽ കൂടെ ദൈവവചനം അനുസരിക്കേണ്ട ആവശ്യകത ഒക്കെ ദാസൻ പറഞ്ഞല്ലോ. 119-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ മുഴുവൻ ദൈവവചനത്തിന്റെ ആധികാരികത വെളിപ്പെടുത്തുന്നതാണല്ലോ. അവിടെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കലേക്ക് വരുമാറാകട്ടെ. നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കുമ്പോൾ, ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ, ആശ്രയിക്കുമ്പോഴാണല്ലോ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വചനത്തിലേക്ക് നമുക്ക് തിരിയാം, വചനത്തിൽ ആശ്രയിക്കാം, കർത്താവ് പറയുന്നത് ചെയ്യാം. അങ്ങനെ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കേട്ട വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വീണ്ടും നമുക്കായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.